Whatever. Hey, it's all right. Stretch your leg. Stretch. Elevate body. Like this. Okay. Okay? Okay, come on. See now only 3, 5. We'll try for 3 now. Okay? എന്താ എപ്പോഴും ഇങ്ങനെ വീഴുന്നേ? Come on. You try first. വരൂ. നീ എന്താ ഇങ്ങനെ മൂടിയായിട്ടിരിക്കുന്നത്? പലവ് പറ. ഞാൻ പറഞ്ഞാലുണ്ടല്ലോ ഏറും. എന്നുവെച്ചാൽ ഉണ്ണിക്ക് നാണമില്ലല്ലോ കണ്ട പെണ്ണുങ്ങളുടെ തൊടയൊക്കെ തടയി കൊടുക്കാൻ. അതിനെന്താ ഇത്ര നാണിക്കാൻ? എന്റെ ജോലിയുടെ ഭാഗമല്ലേ? അല്ലെങ്കിൽ തന്നെ ഒരു പെൺകുട്ടിയുടെ തൊടയിൽ തൊട്ടു. എന്താ ഇത്ര കുഴപ്പം? ഞാനൊരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നെങ്കിൽ ഒരു പെണ്ണിന്റെ എവിടെയൊക്കെ തൊടേണ്ടി വന്നു. നിന്റെ മീനസ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. എനിക്ക് ഉണ്ണിയുടെ ഈ പ്രവൃത്തി വെറുതെ അല്ല ഉണ്ണി ഈ പ്രൊഫഷൻ തന്നെ തെരഞ്ഞെടുത്തത്. ഇവിടെ ആവുമ്പോ തൊടാനും തലോടാനൊക്കെ സൗകര്യം കുറച്ച് കൂടുമല്ലോ. അതിന് എനിക്ക് പ്രത്യേക ജോലിയുടെ ആവശ്യമൊന്നുമില്ല. എന്റെ ഈ പേഴ്സണാലിറ്റി ഉണ്ടോ ഏത് വേണ വീഴാത്തത്? കണ്ടുവല്ലോ. കണ്ടുകൊണ്ടായില്ല, ആ സുഖം അനുഭവിച്ചറിയണം. നീ എന്നെ ഇതുവരെ അനുഭവിച്ചിട്ടുണ്ടോ അങ്ങനെ തൊടാൻ? അതുകൊണ്ട് സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഞാൻ തൊടും. സൗകര്യം കിട്ടുമ്പോഴൊക്കെ കണ്ട പെണ്ണുങ്ങളുടെ കാലം തൊടേ തടയി കൊടുക്കും അല്ലേ? ആ കൊടുക്കും. തടയി കൊടുക്കോ? കൊടുക്കും. കൊടുക്കോ? കൊടുക്കും. കൊടുക്കോ? കൊടുക്കും. കൊടുക്കും. സൗകര്യം കിട്ടുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ കൊടുക്കും. എന്നെ പൊന്നില്ലേ? ഇത് കണ്ടോ ചേച്ചി? അവള് മാന്ത കയറിയതാ. പിന്നെ എന്റെ മുടി പിടിച്ച് വലിച്ചു, എന്നെ അടിച്ചു, ഇടിച്ചു, കല്ലെടുത്തെറിഞ്ഞു. എന്താ ഇതിന്റെ അർത്ഥം? ആശയ്ക്ക് ഉണ്ണികൃഷ്ണനെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന്. സ്നേഹം കൂടിയത് കൊണ്ടുള്ള കുഴപ്പമായത്. പിന്നെ ഇങ്ങനെയാ സ്നേഹിക്കുക? ഇത് പ്രാന്ത. ചേച്ചിക്ക് അറിയത്തില്ല, ബാംഗ്ലൂരിൽ വെച്ച് ഇത് തന്നെയായിരുന്നു. ആവശ്യമില്ലാത്തതിനൊക്കെ വഴക്കിടുക. എത്രന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ സഹിക്കാം. ഇന്ന് എനിക്ക് ഒറ്റ വീക്ക് വെച്ച് കൊടുക്കാൻ തോന്നി. ഇപ്പൊ എന്താ വേണ്ടേ? ആശയെ കാണണം. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവള് വരത്തില്ല. ശരിയാക്കാം. മോളെ ആശ ചേച്ചി വിളിച്ചോണ്ടൊരു. ചേച്ചി, അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. ഷീസ് വെരി പോസസീവ്. അതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് ബസ് സ്റ്റാൻഡ് വരെ പിന്നാലെ പോയത്. അവിടെ വെച്ച് എത്ര ഉച്ചത്തിൽ എന്നെ ഷൗട്ട് ചെയ്യുന്നറിയാം. കോളേജ് സ്റ്റുഡൻസ് മുഴുക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആകെ വഷളായി. എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണ്ടേ ചേച്ചി? ചേച്ചി ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ശരി, വരട്ടെ, പറയാന്നേ. ഉണ്ണീഷ്ണൻ എവിടെ താമസിക്കുന്നത്? ഞാൻ യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിലാ. പിന്നെ എന്നെ ഉണ്ണിന്ന് വിളിച്ചാൽ മതി. ഇല്ലെങ്കിൽ മിസ്സസ് കൃഷ്ണപിള്ള എനിക്ക് അങ്ങോട്ട് വിളിക്കേണ്ടി വരും. അയ്യോ, അതേതായാലും വേണ്ട, ഞാൻ ഉണ്ണീന്ന് വിളിച്ചോളാം. അല്ല, ഉണ്ണീഷ്ണൻ സോറി, ഉണ്ണിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മയില്ല, പിന്നെ ആരുണ്ടായിട്ടല്ല. അമ്മ എന്റെ ചെറുപ്പത്തിലെ മരിച്ചുപോയി. അച്ഛൻ മിലിറ്ററി വേറെ ആയിരുന്നു. ഈയിടെ അങ്ങനെ വേറെ കല്യാണം കഴിച്ചു. ആശയെ ബാംഗ്ലൂരിൽ വെച്ചാണോ പരിചയപ്പെട്ടത്? ആശ ഒന്നും പറഞ്ഞില്ലേ? ഉവ്വ് ഉവ്വ്. ആ, ചേച്ചി എന്നെ വിളിച്ചോ? ഞാനോ? വിളിച്ചാൽകയിരിക്കുന്നു. ഇയാളെന്താ ഇങ്ങോട്ട് വന്ന്? ഇവിടെ വരാൻ നിന്റെ സമ്മതം വേണോ? വേണേ ചേച്ചി? രണ്ടുപേരിങ്ങനെ വഴക്കിട്ടോണ്ടാ വരുന്നെങ്കിൽ വേണം, അല്ലെങ്കിൽ തമ്മി പറഞ്ഞു തീർത്തോളൂ. വേണം. എവിടെ നോക്കട്ടെ? വേണ്ട, കാണിക്കുന്നേ.
ഞാൻ പറയുന്നൊന്ന് കേട്ടുകൂടെ? എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ആ വസ്തു വിൽക്കുന്ന കാര്യം നല്ല വിലയാ പറയുന്നത്. വാടക കെട്ടിടങ്ങൾ അവിടെ നിൽക്കട്ടെ, ബാക്കി അവിടെയും ഇവിടെയും നോക്കാൻ ആളില്ലാതെ എന്തിനാ ഇങ്ങനെ ഇട്ടിരിക്കുന്നേ? കണ്ടവര് കയ്യേറി നശിപ്പിക്കല്ലേ ഉള്ളൂ. നശിക്കട്ടെ, എല്ലാം നശിക്കാനുള്ളത് തന്നെയല്ലേ. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ഓ, ഞാനിത് വെറുതെ. കുട്ടിയോടൊരു കാര്യം ചോദിക്കാനാണ് ഞാൻ വന്നത്. 6-7 വർഷമായി ഞാനിവിടെ താമസിക്കുന്നു. ഇതുവരെ അയൽവക്കക്കാരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. കുട്ടി എന്തിനാണ് എപ്പോഴും അയൽവക്കത്തൊക്കെ ഓടിപ്പോകുന്നത്? ആന്റി, നമ്മൾ അവിടെ പോയാൽ അവരിങ്ങോട്ട് വരും. പിന്നെ അവരെ സ്വീകരിക്കണം, സംസാരിക്കണം. എനിക്കതൊന്നും ഇഷ്ടമല്ല. ആന്റി, ഞാനവിടെ പോകുന്നത് ട്യൂഷന് വേണ്ടിയാണ്. പ്രൊഫസർ നന്നായി ഇംഗ്ലീഷ് പഠിപ്പിക്കും. അദ്ദേഹത്തോട് ഇവിടെ വന്ന് പഠിപ്പിക്കാൻ പറയണം. ഫീസ് എന്താന്ന് വെച്ചാൽ കൊടുക്കാം. ആ, ഞാനത് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പുറത്തുപോയി പഠിപ്പിക്കില്ല എന്ന്. അതുകൊണ്ട് ആന്റി ഞാനവിടെ പോകുന്നത്. ഇരിക്കൂ. ഉണ്ണി വന്ന ഏതായാലും നല്ല സമയത്താ. പ്രസാദം. ചേച്ചി അമ്പലത്തിൽ പോയിരുന്നോ? ഞാനല്ല, ആശയുടെ ആന്റി. അവര് കൊടുത്തേച്ച. നിങ്ങളും ലോഹ്യ? അവരൊരു മനുഷ്യപ്പറ്റില്ലാത്ത എന്നാ ആശ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവരൊരു പാവ. എടുത്തുകെട്ടിയ ഒരു മുഖം ഉണ്ടെന്നല്ലാതെ ഉള്ള ശുദ്ധവാ. അപ്പൊ കുടുംബത്തോടുള്ള സ്വഭാവമായിരിക്കും. ആശ ഏതാണ്ട് ഈ ടൈപ്പാണല്ലോ. ഓ ചേച്ചി ചിലപ്പോ ഇളകിയ ചവിട്ടും മാന്തലും തൊഴിയും സഹി എടുത്ത് കളയും മനുഷ്യരെ. ബട്ട് ഇൻസൈഡ് ഷീ ഈസ് സോഫ്റ്റ് ആൻഡ് സ്വീറ്റ്. പ്രസാദം തൊടൂ. എന്താ ഉണ്ണിക്ക് ഇതിലൊന്നും വിശ്വാസമില്ലേ? വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, ഞാൻ ഓർക്കായിരുന്നു ചേച്ചി. കുട്ടിക്കാലത്ത് നാട്ടിലെ വയൽവരമ്പത്തൂടെ അമ്മയുടെ വിരലിൽ തൂങ്ങി അമ്പലത്തിൽ പോയിരുന്നൊരു കാലം. ഓർക്കാനിപ്പം അതൊക്കെ ഉള്ളൂ. 4 കെട്ടും പടിപ്പുരയും തോടും പുഴയും കൈതക്കാടും. അവിടെ അമ്മയോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങൾ. എനിക്ക് 7 വയസ്സുള്ളപ്പം അമ്മ മരിച്ചേ. എന്നാൽ ഇപ്പോഴും ആ രൂപം എന്റെ മനസ്സിൽ നിന്ന് വാങ്ങിയിട്ടില്ല. ആദ്യം ഞാൻ ചേച്ചിയെ കണ്ടപ്പോ ചോദിച്ചില്ലേ, എവിടെയോ കണ്ടു പറഞ്ഞ മുഖം പോലെയെന്ന്. എന്റെ അമ്മയുടെ അതേ ഛായ ചേച്ചിക്ക്. ആ ശബ്ദം പോലും. ചിലപ്പോഴൊക്കെ എനിക്ക് ചേച്ചിയെ അമ്മയെന്ന് വിളിക്കാൻ പോലും തോന്നിയിട്ടുണ്ട്. പ്രസാദം തൊടു. എവിടുന്ന് കിട്ടി? പറയില്ല. മഹാവി, നീ ആ സാധു സ്ത്രീയെ പറ്റിച്ചായിരിക്കും നിന്റെ ആന്റി. ആന്റി എന്തിനു പറ്റിക്കണം? ചോദിച്ചാ തരുമല്ലോ. പിന്നെ ഉണ്ണി വിചാരിക്കുന്ന പോലെ എന്റെ ആന്റി അത്ര പാവൊന്നുമല്ല. ഫിക്സഡ് ഡെപ്പോസിറ്റ് തന്നെ ഉണ്ട്, ലക്ഷങ്ങൾ. ഇതേ എന്റെ അച്ഛൻ തന്നതാ, പോക്കറ്റ് മണി. നീ ഭാഗ്യവതി. നമുക്കിന്ന് ഹോട്ടൽ റെക്സ് പോണം. ഉണ്ണിക്ക് തന്തൂരി ചിക്കൻ ഇഷ്ടമല്ലേ? ഇഷ്ടമൊക്കെയാ, പക്ഷെ ഇന്ന് പറ്റില്ല. നാളെ പോ. ഇന്ന് തന്നെ പോണം. എനിക്ക് ആന്റിയുടെ വീട്ടിലെ പച്ചക്കറി കഴിച്ചു മടുത്തു. എന്നാ ആശ വെക്കോ. എനിക്കിന്നൊരു മീറ്റിംഗ് ഉണ്ട് 5 മണിക്ക്. എനിക്ക് കേൾക്കണ്ട മീറ്റിംഗ്. സത്യം. യൂണിവേഴ്സിറ്റി പൈലറ്റ് മീറ്റിന് ഓർഗനൈസിംഗ് കമ്മിറ്റി ഉണ്ട്. പോയിരിക്കാൻ പറ്റില്ല. എങ്കിൽ പോയിക്കോ. ആശേ ആശേ. ഇതാണ് ചേച്ചി ഞാൻ പറഞ്ഞ രുദ്രവീണ. തുടരുന്നല്ലേ പറഞ്ഞത്? തുടരുത്. എന്ത് ഭംഗിയായിരിക്കും. വളരെ പഴയ ചേച്ചി, ഞാൻ പെയിന്റ് ചെയ്യിപ്പിച്ച. ഈ കട്ട വെച്ചാ ഈ സ്വരസ്ഥാനം കാണിക്കാം. ഹവായൻ ഗിറ്റാറില്ലേ, അത് വായിക്കുന്നവരെ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഇരിക്കുന്നില്ലേ? അയ്യോ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ചേച്ചി യൂണിവേഴ്സിറ്റിയില്. പോകുന്ന വഴിയാണ് ഇവിടെ തരാൻ കയറിയതാ. പറ്റേ അത് തൊടല്ലേ. അപ്പൊ 5 മണിക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാ. ചേച്ചി വരട്ടെ.
കുട്ടി ഏതാ ചെറുപ്പക്കാരൻ? ആര്? ഇപ്പൊ ആ പ്രൊഫസറുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ, അയാളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാണോ? അല്ല, 3-4 കൊല്ലായിട്ട് അറിയാം. അപ്പുണ്ണി നേരെ എന്താ നിൽക്കുന്നത്? അപ്പുറത്തോട്ട് പോകൂ. കുറച്ചു ദിവസം കൊണ്ട് ഞാനിത് മനസ്സിലാക്കുന്നു, നിങ്ങൾ തമ്മിലുള്ള ഈ അടുപ്പം. വീട്ടിൽ അറിഞ്ഞുകൊണ്ടാണോ ഇതൊക്കെ? അല്ല, ഞാൻ ഡിഗ്രി എടുത്തതിന് ശേഷം അറിയിക്കാമെന്ന് വെച്ചതാ. അതുവരെ ഇതൊക്കെ വേണോ കുട്ടി? കുടുംബത്തിന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ? ഇവിടെ താമസം കൊണ്ട് നിനക്കൊരു ചീത്തപ്പേരുണ്ടായാൽ? ഇല്ല ആന്റി, ഐ പ്രോമിസ് യു, ഞാൻ ഒരു ചീത്തപ്പേരും ഉണ്ടാക്കില്ല. ഞങ്ങളുടെ ബന്ധം അത്തരത്തിലുള്ളതല്ല, അതൊരു പ്ലാറ്റോണിക് റിലേഷൻഷിപ്പാണ്. ഏതായാലും അതത്ര നല്ലതല്ല. നീ ചെറുപ്പമാണ്, സൂക്ഷിക്കണം. പൊയ്ക്കോളൂ. എന്തെത്ര ചിരിക്കാൻ? മതി മതി, വേണ്ട വേണ്ട വേണ്ട, അടങ്ങിയിരുന്നാ മതി. ഇതാണ് രുദ്രവീണ, ഉണ്ണി കൊണ്ടുവന്നതാ. ഇതില് സ്വരസ്ഥാനം കാണിക്കുന്നത് വിരല് കൊണ്ടൊന്നുമല്ല, ഈ കട്ട വെച്ചിട്ടാ. ഇത് ഉണ്ണിയുടെ അമ്മൂമ്മയുടെ കാലത്തേ ഉള്ളതാ. നമുക്കിതിനെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി പ്രതിഷ്ഠിക്കണം. ഇന്ന് നിങ്ങളുടെ കോച്ച് വന്നില്ലേ, ഉണ്ണികൃഷ്ണൻ? ഇല്ല, വന്നിട്ട് 2 ദിവസമായില്ലോ. He is nauseated by his mother's rapid remarriage. There is also a miasma of suspicion. Miasma of suspicion and rottenness pervading the Danish court. എന്താണെന്ന് എഴുതാത്തത്? സോറി സർ. എന്ത് പറ്റി? കുട്ടി ഹാഫ് മൂഡിലാണെന്ന് തോന്നുന്നു. ശരി, ബാക്കി നാളെ ആയാം. വെക്കോളൂ. ചേച്ചി, ഉണ്ണിയായിരുന്നു വിളിച്ചത്? അതെ, ഉണ്ണി കൊണ്ടുവന്ന് ആ വീണയുടെ സ്ട്രിങ്സ് മാറ്റാനുണ്ടെന്ന് പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. എന്തേ? ഏയ്, ഒന്നുമില്ല. വരുന്നു വരുന്നു. യെസ്, കമ്മിങ്. ആഹാ, ആശ. വരൂ, ഇരിക്കെ. ഉണ്ണി എവിടെയായിരുന്നു 2-3 ദിവസമായിട്ട്? ആദ്യം ജോലിയൊക്കെ ഒന്ന് മാറ്റി വെച്ചേ. ചോദിച്ചതിന് സമാനം പറയൂ, എവിടെയായിരുന്നു എന്ന്. ഞാൻ പോകുന്ന സ്ഥലമൊക്കെ നിന്റെ അടുത്ത് പറയണോ? മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് അന്ന് തിരക്കൂട്ടി പോയ ആൾക്ക് ആ ചേച്ചിയുടെ വീട്ടിൽ വരാൻ സമയം ഉണ്ടായിരുന്നല്ലോ. എന്നെ കണ്ടപ്പോൾ എന്തിനാ വിളിച്ചോടിയത്? നീ എന്തൊക്കെയായി പറയുന്നത്? ഒന്ന് പതുക്കെ പറഞ്ഞേ, അപ്പുറത്തെ മുറിയിലൊക്കെ ആൾക്കാരുണ്ട്. അതിന് എനിക്കെന്താ? ഈ 3 ദിവസത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും എനിക്ക് ഫോൺ ചെയ്തില്ല. ആ ചേച്ചിയെ വിളിച്ച് സംസാരിച്ചു. സംസാരിച്ചു. അതെ, എനിക്ക് ആ ചേച്ചിയുടെ ശബ്ദം കേൾക്കാൻ ഇഷ്ടമാ. അല്ലാതെ നിന്നെ പോലെ ഒന്ന് മുരടിച്ചല്ല. വേണേ കേട്ടു നോക്ക്. പുസ്തകം തെറിയില്ല. അതൊക്കെ എടുത്തെറിയില്ലെന്ന് പറഞ്ഞു. ചേച്ചിക്ക് ഫോൺ ചെയ്യാൻ സമയമുണ്ടല്ലേ? 100 പ്രാവശ്യം നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട്
Shut up with me. You get out from my room. Get out. You stupid fool. I'll kill you. Sure. Open the door. You bastard. You open the door. Unni, I'll break the door. You open. Unni, open the door. You scoundrel. You're playing with me. Open the door, I say.